കഴിഞ്ഞ ദിവസം ഒരു വലിയ ഡോക്ടർ, വിശഗ്വരൻ, 10-77 വയസ്സായ, ലക്ഷക്കണക്കിന് രൂപ ഒരു ദിവസം തന്നെ വരുമാനമുള്ള, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു വലിയ വിശഗ്വരൻ കഴിഞ്ഞ ദിവസം 77-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തു. ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ അല്ലേ, നമ്മളിങ്ങനെ ആലോചിച്ചാൽ ദുനിയാവിലെല്ലാം നേടി, ഇതിനേക്കാൾ കൂടുതൽ എന്താ നേടാനുള്ളത്? 3800 കിഡ്നി മാറ്റി വെച്ച ആളാണ്. പ്രശസ്തിക്ക് കുറവില്ല, പണത്തിന് കുറവില്ല. സ്വന്തം ഫാം ഹൗസിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. അതും തൂങ്ങി മരിച്ചു എന്നറിയില്ല നമ്മൾ അല്ലേ. എന്തൊക്കെ ഇഞ്ചക്ഷൻ വെച്ചൊക്കെ മരിച്ച, സുഖമായിട്ട്, അറിയാത്ത മരണമൊക്കെ ഉണ്ട്. ഏറ്റവും പ്രയാസമേറിയ മരണമാണ് തൂങ്ങി മരിച്ചാണ്, ശ്വാസം കിട്ടാതെ. അപ്പം തന്നെ നമ്മൾ ആലോചിക്കും മാണ്ടില്ലേന്നു. പക്ഷെ പിന്നെ ചോയ്സ് ഇല്ലല്ലോ. ഒരാൾ എന്തുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു. ജനങ്ങൾ പരാജയപ്പെടാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? നമ്മൾ പറയുന്നത് ഒരു യാത്രയാണ് അല്ലേ. കഥ എഴുതുന്നോലും കവിത എഴുതുന്നോലും എല്ലാവരും പറയും എന്ത് നല്ല ഭംഗിയാക്കി, ജീവിതം എന്ന യാത്ര അല്ലേ, തൊട്ടിലിൽ നിന്ന് തുടങ്ങി കട്ടിലിൽ അവസാനിക്കുന്ന ഒരു യാത്രയാണ് നമ്മുടെ ജീവിതം എന്നൊക്കെ നമ്മളിങ്ങനെ രസമായിട്ട് പറയും. സഹോദരങ്ങളെ, സത്യത്തിൽ ജീവിതം എന്നത് ആ യാത്രയാണെങ്കിൽ ആ യാത്ര ശരിക്കും ആ യാത്ര മരണത്തോട് അവസാനിക്കാത്ത യാത്രയാണ്. നമ്മളിങ്ങനെ ചെറിയ ഫ്രെയിമിൽ നിന്ന് പറയണം എല്ലാവരും അല്ലേ. കട്ടിലിൽ തുടങ്ങി തൊട്ടിലിൽ തുടങ്ങി കട്ടിലിൽ വരെ എന്ന് പറയുമ്പോൾ അതിനൊരു ചെറിയ ഫ്രെയിമുള്ളൂ. ഒരു 45, 50, 60, 70, 80 കൊല്ലത്തെ ഒരു ചെറിയ ഫ്രെയിമിലല്ല നമ്മൾ ഈ ജീവിതത്തെ കാണേണ്ടത്. അത് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നത്. അതിനാണ് അള്ളാഹു വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത്. മനുഷ്യരെന്തിനാണ് ജീവിക്കുന്നത് അല്ലേ? ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന്. ചിലപ്പോൾ ജീവിതത്തിലൊരു ശൂന്യത അനുഭവപ്പെടും. കാരണം ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അള്ളാഹു നമ്മളെ മനുഷ്യനെ പടച്ച ആ സൃഷ്ടാവായ അള്ളാഹു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. വേറെ ആർക്കാ സഹോദരങ്ങളെ ജീവിതത്തിൽ ലക്ഷ്യം? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പം അതിൻ്റെ മാനുഫാക്ചറാണ് പറയേണ്ടത് എന്തിനുണ്ടാക്കിയതാണെന്ന് അല്ലേ. നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു സാധനം അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതെന്താണ് അതിൻ്റെ ലക്ഷ്യം, അതെന്തിനു വേണ്ടി ഉണ്ടാക്കി എന്നത് അത് ഉണ്ടാക്കിയവനാണ് ഏറ്റവും കൂടുതൽ പറയാൻ അർഹതയുള്ളത്. ആ പ്രപഞ്ച സൃഷ്ടാവ് ഇത്ര കൃത്യമായി മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പഠിപ്പിച്ചിട്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത ആൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു നോമ്പുതുറ ഉണ്ടായിരുന്നു, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച. അതിലെല്ലാ നാനാതുറകളിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരും മതസംഘടനകളൊക്കെ ഉണ്ട്. എല്ലാവരുടെയും ബേജാറെന്താ അറിയങ്ങൾ? ഇത്രത്തോളം മുസ്ലിങ്ങളിൽ അക്രമവാസന കൂടുന്നുണ്ട്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന അളവ് കൂടുന്നുണ്ട്, ലഹരി വല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്, സ്വഭാവ ധാർമ്മികത മോശമായി വരുന്നുണ്ട്. സംഭവം സത്യമാണ്, വളരെ കൺസേണുള്ള കാര്യമാണ് അല്ലേ. ഏറ്റവും കൂടുതൽ മതപഠന സംവിധാനങ്ങളുള്ള, ചെറുപ്പം മുതലേ മതം പഠിപ്പിക്കുന്ന അല്ലേ, ചെറുപ്പത്തിൽ തന്നെ മദ്രസ കൊണ്ടുപോയിട്ട് മാതാപിതാക്കളെ ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം അല്ലേ, ഇതൊക്കെ ഇത്രയും ധാർമ്മിക വിദ്യാഭ്യാസം നടത്തുന്ന ഈ ഒരു നാട്ടിൽ അല്ലേ, ഇത് 10, 12 വരെയൊക്കെയാണ് കുട്ടികൾ മദ്രസ പഠിച്ചത് അല്ലേ. ഖുർആനൊക്കെ എത്ര സുന്ദരമായിട്ടാണ് ഓതുന്നത്. പണ്ടത്തെ പോലൊന്നല്ല. പണ്ടൊക്കെ പള്ളിയിലെന്ന് പറഞ്ഞാൽ ആകെ വയസ്സന്മാർ കൊണ്ടുതന്നെ കുറച്ച് കുട്ടികളെ പള്ളിക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, മുട്ടിന് പള്ളിയാണ്, എല്ലാ പള്ളിയും AC ആണ്. എന്താണ് തിരക്ക്? ദീനിൻ്റെ എല്ലാ സ്ഥലത്തും നല്ല തിരക്കാണ്. പക്ഷേ സഹോദരങ്ങളെ, എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കണം, എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കണത് അല്ലേ. ഖുർആൻ ഹിഫ്ള് കുറഞ്ഞുള്ളതുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു സ്കൂളിലെ മാഷ് സംസാരിച്ച് പറയാണ്, ഹിഫ്ള് കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ കുട്ടികൾ സ്കൂൾക്ക് വരും, 2-3 കൊല്ലം സ്കിപ്പ് ചെയ്ത് ഹിഫ്ളിന് പോയിട്ട് പിന്നെ നേരെ സ്കൂൾക്ക് കൊണ്ടുവരും. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ 1-2 കൊല്ലം കൂട്ടി ചേർത്ത് കൊടുക്കേണ്ടി വരും, കാരണം വല്ലാണ്ടൊരു വ്യത്യാസം വരാതെക്കാൻ വേണ്ടി. അപ്പോൾ ഹിഫ്ളൊക്കെ ഖുർആനൊക്കെ പഠിച്ചതല്ലേ വിചാരിച്ച് നമ്മളൊരു സൗകര്യം അവർക്ക് ചെയ്തു കൊടുക്കും. പക്ഷെ എന്താ പറയുക, ഇന്ന് സ്കൂളിലെ ഏറ്റവും കച്ചറ കുട്ടികൾ ഹിഫ്ള് കഴിഞ്ഞ് വരുന്നവരാണ്. ഞാനിതിനെ ഹിഫ്ളിനെ മോശമായിട്ട് പറയില്ല, ഞങ്ങൾ ഒരിക്കലും ഇത് ക്ലിപ്പിട്ട് കാണാൻ അങ്ങനെ ഞാൻ പറഞ്ഞെന്തരോ, നമുക്ക് ചില കൺസേണുകളുണ്ട് അല്ലേ. പാകിസ്ഥാനിലൊക്കെ എല്ലാ കുടുംബത്തിലും എന്ത് ചെയ്യും, 1-2 മക്കളെ ഹിഫ്ളാക്കും, ബാപ്പാക്കും മാക്കും സ്വർഗത്ത് പോകാൻ വേണ്ടിയിട്ട് മക്കളെ ഹിഫ്ളാക്കുന്ന ആൾക്കാരുണ്ട്. പാകിസ്ഥാനിലാണ് വളരെ വ്യാപകമായിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഹിഫ്ള് എന്ന് വെച്ചാൽ ഖുർആൻ പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന പിഴവ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മദ്രസാ സംവിധാനങ്ങളുണ്ട്, ദീൻ പഠിപ്പിക്കുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പം നമ്മളെ ഇൽമ് എന്നുള്ളത് ശരിക്കും ഈ ഇൽമ് എന്ന് പറയുന്ന സാധനമുണ്ട് അല്ലേ. ഇൻഫർമേഷൻ എന്ന് പറയണതും ഇൽമ് എന്ന് പറയണതും വ്യത്യാസമുണ്ട്. പണ്ട് നമുക്ക് അറിവുണ്ടാകണമെങ്കിൽ നമ്മൾ ഓതി പഠിച്ചണം. സ്കൂളോ മദ്രസയിലൊക്കെ പോയിട്ട് പുസ്തകം വായിച്ച് പഠിച്ചാലേ കിട്ടുള്ളൂ. അന്ന് പഠിച്ചേണ്ട ആവശ്യമല്ല. ഇന്നിപ്പോൾ ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ പഠിച്ചെങ്കിലേ പണ്ടത്തെ കാലത്ത് പറയാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു കാലത്ത് എവിടെയെങ്കിലും വായിച്ചൊരു സ്ഥാനത്ത് നിന്ന് ഓർത്തെടുത്തിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇന്നൊന്നും വേണ്ട, ഇന്ന് ഗൂഗിളിൽ നോക്കിയിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. എന്താ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചാൽ പറയാം. ഇതൊക്കെ കൂടി പഠിച്ചതിനുള്ളിൽ കയറ്റിയേക്കേണ്ട ആവശ്യമില്ല
അതുകൊണ്ട് സഹോദരങ്ങളെ അതിന് ഇൻഫർമേഷൻ എന്നാ പറയാ, അതിന് ഇൻഫർമേഷനാണ്. ഇൻഫർമേഷനും ഇൽമും വ്യത്യാസമുണ്ട്. അറിവെന്ന് പറയും, ഒരു ആയത്ത് പഠിക്കുക എന്ന് പറയുമ്പം ആയത്ത് ഫോണിൽ നോക്കിയാൽ കിട്ടും, ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. സൂറത്ത് ആൽ ഇമ്രാനിൽ സഹാബത്തിനെ പറ്റി, ഖുറാനിൽ സഹാബികളെ പറ്റി പറയുന്ന ആയത്തുകൾ ഏതാന്ന് ചോദിച്ചാൽ ചാറ്റ് GPT പട്ടയാറിൻ്റെ അടുത്ത് തരും നിങ്ങൾക്ക്. അതിന് നിങ്ങൾ 10 കൊല്ലം പോയി ഖുറാൻ പഠിക്കേണ്ട ആവശ്യമില്ലെന്ന്. അങ്ങനെ തന്നെ അതിൻ്റെ അർത്ഥം നമുക്ക് മലയാളം ട്രാൻസ്ലേഷൻ നോക്കിയാൽ കിട്ടും ചെയ്യും. പക്ഷെ എന്താണ് വ്യത്യാസം? ആ ആയത്ത് കൊണ്ട് എന്ത് നേട്ടമാണ്, ആ ആയത്ത് എന്ത് മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്, അവിടെയാണ് പ്രത്യേകത. ഇൽമ് അമലാക്കുന്നിടത്ത്, ഇൽമ് എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നിടത്ത്, എൻ്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നിടത്ത് ഞാൻ മാറുന്നതിലേക്ക് ആ ഇൽമ് പര്യാപ്തമാകുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരായത്ത് പഠിക്കുമ്പോഴേ ആ ആയത്ത് എൻ്റെ ജീവിതത്തിൽ കാണുന്നുണ്ടോ എന്നുള്ളതാണ്. ആ പഠിച്ചിനൊരു മാറ്റം ഈ നോമ്പ് കഴിയുമ്പം, ഈ നോമ്പ് കൊണ്ട് ഞാൻ തഖ്വ നേടിയിട്ടുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന സൂറത്ത് ബഖറയിലെ ആയത്ത്. ആകെ ഈ കൊല്ലം നോക്കണ 30 ദിവസത്തെ നോമ്പുണ്ടല്ലോ, റമളാന്റെ മുഴുവൻ നോമ്പ് കൊല്ലം നോക്കുകയാണ്. 45 വയസ്സുള്ള ഒരാൾ ഏകദേശം 10ാമത്തെ വയസ്സ് മുതൽ 35 കൊല്ലമൊക്കെ നോറ്റിട്ടുണ്ടാവും. എല്ലാ കൊല്ലും റമളാൻ നോറ്റിട്ടുണ്ടാവും. വിശുദ്ധ ഖുർആനിൽ 4 ആയത്തുള്ളൂ റമളാനെ പറ്റി, 4 ആയത്ത്. സൂറത്ത് ബഖറയിൽ 3 ആയത്ത് ആദ്യം, പിന്നൊരു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് വൈദാ സഅലക ഇബാദി എന്ന ആയത്ത്, അത് കഴിഞ്ഞിട്ട് ഉഹില്ല ലക്കും ലൈലത്തുസ് സിയാമി എന്ന നോമ്പിൻ്റെ ഹുക്കുമുമായി ബന്ധപ്പെട്ടൊരായത്തും. അങ്ങനെ 4 ആയത്ത്, 3 പിന്നൊരു 1, 4 ആയത്താണ് ഖുർആനിൽ റമളാനെ പറ്റിയുള്ളത്. എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് നോമ്പ് നിർബന്ധമാക്കിയത്. അല്ലേ? ചില ആൾക്കാരൊക്കെ നോമ്പിൻ്റെ മുമ്പ് തന്നെ കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. എന്തിനാണ്? അന്ന് നോമ്പിൻ്റെ മുമ്പ് ഭയങ്കര തിരക്കാണ് ലാബിലൊക്കെ. എല്ലാവരും കൊളസ്ട്രോളും ഷുഗറും ചെക്ക് ചെയ്യാണ്. ഇനി എന്തിനാണ്? നോമ്പ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി നോക്കും കൊളസ്ട്രോളും ഷുഗറൊക്കെ കുറഞ്ഞുകണോ. അതിനു വേണ്ടി അല്ല സഹോദരങ്ങളെ നോമ്പ് നിർബന്ധമാക്കിയത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ എത്രത്തോളം തെറ്റുകളിൽ നിന്ന് മാറി നിന്നു എന്നുള്ളതാണ്, അള്ളാഹുവിനെ എത്രത്തോളം സൂക്ഷിച്ചു എന്നുള്ളതാണ്, ഇബാദത്തുകളിൽ എത്ര താല്പര്യം കാണിച്ചു എന്നുള്ളതാണ്, ഖുർആൻ എത്ര ഓതി, ആ ഖുർആൻ എത്ര പഠിച്ചു, ആ ഖുർആൻ എത്ര അമലായി വന്നു, ആ ഖുർആനിനോടുള്ള നിങ്ങളുടെ സമീപനം എന്ത്, അത് റമളാനിന് ശേഷം നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒരു മാറ്റമുണ്ടായോ? ഈ നോമ്പ് കൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഒരു മാറ്റമുണ്ടായോ? സ്വകാര്യമായി കൊണ്ട് നടക്കുന്ന ചില തെറ്റുകളുണ്ട് അല്ലേ? രഹസ്യമായി അശ്ലീലങ്ങൾ കാണുന്ന ആളുകളുണ്ട്. അത്ഭുതപ്പെടുത്തും. പള്ളിയിലെ സൊഫിൽ നിസ്കരിക്കുന്ന ആളുകൾ, ആദ്യത്തെ 2ാമത്തെയൊക്കെ സൊഫിൽ പള്ളിയിൽ സ്ഥിരം കാണുന്ന ആളുകൾ രഹസ്യമായി അശ്ലീലങ്ങൾ കാണുന്നുണ്ട് എന്നറിയുമ്പം സഹോദരങ്ങളെ അത് പേടിയന്നല്ലേ, ബേജാറന്നല്ലേ? ഇതൊക്കെ കേട്ടിട്ടും അറിഞ്ഞിട്ടും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ലെന്ന് അറിയുമ്പം അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. സഹോദരങ്ങളെ, അതാണ് തഖ്വ. ഈ ആയത്ത് കൊണ്ട്, ഈ നമസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, അല്ലേ? മ്ലേച്ഛവൃത്തികളിൽ നിന്ന്, നീചവൃത്തികളിൽ നിന്ന് നമസ്കാരം മനുഷ്യനെ തടയുമെന്ന് പറയുമ്പം അത് തടയുന്നുണ്ടോ സഹോദരങ്ങളെ? അത് തടയുന്നില്ലെങ്കിൽ നമസ്കാരത്തിനല്ല കുഴപ്പം, അല്ലേ? നമസ്കാരം എന്ന ആ പ്രക്രിയക്കല്ല കുഴപ്പം, ആ വ്യക്തിക്കാണ് കുഴപ്പം. അയാളുടെ നമസ്കാരം ശരിയായിട്ടില്ല, അയാൾ നമസ്കാരത്തെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. അതേപോലെ സഹോദരങ്ങളെ നോമ്പ്, അതാ പറഞ്ഞത് ഈ ഒരു തഖ്വ, ആ തഖ്വയുണ്ടാകാനാണ് നോമ്പ്. അപ്പോൾ നോമ്പ് കഴിയുമ്പം എൻ്റെ തഖ്വയിൽ മാറ്റമുണ്ടായോ? എൻ്റെ നിസ്കാരമൊക്കെ ഒന്നുകൂടി നന്നായോ? ഒന്നുകൂടി സ്ട്രക്ചേർഡായോ? അല്ലേ? ഞാൻ ജമാഅത്തിന് സ്ട്രിക്റ്റ് അല്ലാത്ത ഒരാൾ നോമ്പ് കഴിയുന്നതോടെ സ്ട്രിക്റ്റ് ആകണം. സുന്നത്ത് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അലംഭാവം വെച്ച് പുലർത്തുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം റമളാൻ കഴിയുന്നതോടെ കുറച്ചും കൂടി അതിലൊക്കെ ഒരു കണിശത ഉണ്ടാക്കണം, അല്ലേ? സ്വകാര്യമായി കൊണ്ട് നടക്കുന്ന തെറ്റുകൾ അത് ഈ റമളാനിൽ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. റമളാനിന് ശേഷം വീണ്ടും അതിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറാകരുത്. അങ്ങനൊരു മാറ്റമുണ്ടെങ്കിലേ ആ നോമ്പിൻ്റെ ഉദ്ദേശം പൂർത്തീകരിക്കുള്ളൂ. അതാണ് ലഅല്ലക്കും തത്തഖൂൻ. അത് സഹാബത്തിനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതാണ്, അറിവ് ഇന്നത്തെ കാലത്തൊരു വിഷയമല്ല. അറിവ് കിട്ടാൻ ഒരു പ്രയാസമില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും നന്നായി 1 മാസം 2 മാസമൊക്കെ വഴിദൂരം സഞ്ചരിച്ചിട്ടാണ് സഹാബത്ത് ഒരു ഹദീസ്, അല്ലേ? ഒരു സഹാബിയിൽ ഒരു ഹദീസ് ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ എന്താണ് താബീങ്ങൾ 1-2 മാസം സഞ്ചരിച്ചിട്ടാണ് ഹദീസ് സ്വീകരിച്ചിരുന്നത്. ഖുർആനിൻ്റെ ഒരു പദത്തിൻ്റെ അർത്ഥമറിയാൻ 1 മാസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഞ്ചരിച്ചതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇന്നൊരു പ്രയാസമില്ല. ഇന്ന് ഖുർആനിൻ്റെ ഡിക്ഷണറി ഉണ്ട്, ഹദീസിൽ മാത്രം വരുന്ന ലഫ്ലുകളുടെ ഡിക്ഷണറി ഉണ്ട്. ഇതൊക്കെ ചെറിയ ആപ്പായിട്ട് ഡൗൺലോഡ് ചെയ്ത് സെർച്ച് അടിച്ചാൽ മതി, ഒരു പ്രയാസമില്ല.
ഓരോ തഫ്സീറുകൾ എല്ലാം അവൈലബിൾ ആണ് ഇംഗ്ലീഷിലും. ഇനിയിപ്പോൾ പല പല അറബി ആപ്പുകളും അതിൻ്റെ മേലെ എന്ത് കാണിക്കുന്ന നിങ്ങൾ ഇംഗ്ലീഷ് അറബി ഓപ്ഷൻ കാണിക്കും. അതേ സാധനം ഒരു ബട്ടൺ നിൽക്കി അതിൻ്റെ ഇംഗ്ലീഷിന് വരും. അറബി അറിയെങ്കിലും അറബി അറിയില്ലെങ്കിലും സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാത്രം ഇൻഫർമേഷൻ അതിൻ്റെ ഏറ്റവും വികസിച്ച് നിൽക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അറിവല്ല പ്രശ്നം, ഇൻഫർമേഷൻ അല്ല പ്രശ്നം, ആ അറിവിനെ പ്രയോഗവൽക്കരിക്കുക. അവിടെയാണ് സഹാബത്ത് നമ്മുടെ മുന്നിൽ മാതൃകയാകുന്നത്. അള്ളാന്റെ റസൂൽ എന്ത് പറഞ്ഞോ അതവർ യാഥാർത്ഥ്യവൽക്കരിക്കാണ് അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു കാര്യം പറഞ്ഞാലും അതിൻ്റെ അപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് കാണുക. ലൻ തനാലുൽ ബിർറ, അള്ളാൻ്റെ റസൂല് സൂറത്ത് ഓതി കൊടുക്കുകയാണ്. ലൻ തനാലുൽ ബിർറ എന്ന സൂറത്തു ആലി ഇമ്രാനിൻ്റെ ആയത്ത് ഓതി കൊടുക്കുമ്പോൾ എന്താണ്? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവുകയില്ല എന്ന് അള്ളാഹു ആയത്തിറക്കിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ അബൂ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളിൽ വെച്ച് ഏറ്റവും പ്രിയങ്കരമായ ആ ബൈറൂഹാഹ് തോട്ടം അല്ലേ, മദീന പള്ളിക്ക് ചേർന്ന് നിൽക്കുന്ന തോട്ടാണ്. മദീന പള്ളിൻ്റെ മുമ്പ് തന്നെയാണ് അന്നത്തെ കാലത്ത്. ഇന്ന് മദീന പള്ളിൻ്റെ ഉള്ളിലാണ് ആ സ്ഥലം കിടക്കുന്നത്. ഇന്ന് പോയാൽ നമുക്ക് ആ ബൈറൂഹാഹ് തോട്ടത്തിലെ കിണറുള്ള സ്ഥലമൊക്കെ അവിടെ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അവിടെ കാർപ്പറ്റ് ഇടാത്തൊരു സ്ഥലത്ത് ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നു. ഇവിടെയാണ് ആ തോട്ടം ഉണ്ടായിരുന്നത്, ഇവിടെയാണ് ആ കിണറുണ്ടായിരുന്നത് വരെ കാണിച്ചു തന്നു. നമ്മൾ ആലോചിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ആ ചൂടുള്ള സമയത്ത് ആ തോട്ടത്തിൽ പോയി വിശ്രമിക്കുമായിരുന്നതാണ്. മദീന പള്ളിൻ്റെ മുമ്പിലെ തോട്ടാണ്. ഏറ്റവും നല്ല ആരുടെയും മനം കവരുന്ന തോട്ടാണ്. ആ തോട്ടം അള്ളാൻ്റെ റസൂലിൻ്റെ മാർഗത്തിലാണ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ഈ ആയത്തിറങ്ങിയപ്പോൾ എന്താ ആയത്തിന് പറയണത്? നിങ്ങൾക്കിഷ്ടപ്പെട്ടത് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാൻ കഴിയില്ല എന്നാണ്. ആ ആയത്തിൻ്റെ ഇറങ്ങിയപ്പോത്തിന് അത് കൊടുക്കുകയാണ് സഹോദരങ്ങളെ. അതിന് കൊടുത്താണ് അള്ളാഹിൻ്റെ റസൂലിന് കൊണ്ടുപോയിട്ടാണ് കൊടുക്കണം, ആണ് സമർപ്പിക്കുകയാണ്. അതേപോലെ അവിടെ നിൽക്കുന്നില്ല ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളിൽ ഏറ്റവും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതായിട്ടുണ്ടാകുന്നത് ഖൈബർ യുദ്ധത്തിൽ ഗനീമത്തായിട്ട് കിട്ടിയ ഒരു തോട്ടം ഉണ്ടായിരുന്നു, ഒരു ഓഹരി ഉണ്ടായിരുന്നു. അത് ആ ഉമറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സ്ഥലം. ആ ഓഹരിയാണ് ഈ ആയത്തിറങ്ങിയപ്പം ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുപോയിട്ട് നബിക്കാണ് കൊടുത്തത്. നിങ്ങൾക്ക് ഇവിടെ മലപ്പുറത്ത് റോഡ് സൈഡിൽ 10 സെൻറ്റ് സ്ഥലമുണ്ട് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഒരു പള്ളി വെക്കാൻ ചോദിച്ചാൽ ഒന്നും വേണ്ട, എന്തെങ്കിലും അത് പള്ളിക്ക് ഒരു വീഡിയോ റൂം ഉണ്ടാക്കി പള്ളിക്ക് സ്വതക്കത്തും ജാരി അയച്ച് കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അതാണ് നമ്മളും തമ്മിലുള്ള വ്യത്യാസം. നമ്മളെന്താ പറയുക, ഇപ്പം തൽക്കാലം എന്തെങ്കിലും തരാമെന്നാ പറയുക. അതൊന്നും ഇപ്പം ആലോചിക്കാൻ പറ്റില്ല. എന്താ അപ്പം അതൊന്നും ആലോചിക്കാൻ പറ്റില്ല. ഇപ്പം എന്തെങ്കിലും ആണെങ്കിൽ ചെറിയ പൈസ തന്ന് നമ്മൾ ഒഴിവാക്കുക ചെയ്യുക. അങ്ങനത്തെ ഒന്നും നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ് അല്ലേ. റോഡ് സൈഡിൽ നല്ലൊരു സെൻറ്റ്, ഒരു 10 സെൻറ്റ് സ്ഥലം, ഒരു റൂം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വാടക ഈ പള്ളിക്ക്, ഈ മദ്രസക്ക്, ഈ സ്ഥാപനത്തിക്ക് കാലാകാലം കൊടുക്കണം എന്ന് പറയുമ്പം അത് കാലാകാലം സ്വതക്കത്തുൻ ജാരിയ എന്നാണ്. മരിച്ചങ്ങട്ട് പിരിയുമ്പം 3 കാര്യങ്ങളാണ് ബാക്കിയാകുക. അത് അള്ളാൻ്റെ റസൂൽ ഓരെ പഠിപ്പിച്ചു സഹോദരങ്ങളെ. ഒരു മനുഷ്യൻ മരിച്ചാൽ 3 കാര്യമാണ് ബാക്കിയാകുക, ബാക്കിയൊക്കെ മുറിഞ്ഞു പോകുകയാണ്. എന്താണ്? ഒന്ന് വലദുൻ സ്വാലിഹുൻ, സ്വാലിഹായ സന്താനാണ് അല്ലേ. സ്വതക്കത്തുൻ ജാരിയ, ജാരിയായ സ്വതക്ക. ഇതേപോലത്തെ ഒരു സ്വതക്ക, കാലാകാലം നിൽക്കുന്നൊരു സ്വതക്ക ഉണ്ടല്ലോ, നിലനിൽക്കുന്നൊരു വഖഫോ എന്തെങ്കിലും ഒരു സ്വതക്ക ഉണ്ടെങ്കിൽ അത് മരിക്കോളം കബർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവരതിന് തയ്യാറായിരുന്നു. നമുക്കത് ആലോചിക്കാൻ പറ്റില്ല. നമ്മൾ ദുനിയാവിലേക്ക് തൂങ്ങി നിൽക്കുകയാണ്. നമ്മളെന്താ പറയുക, നമ്മളിതൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ മരിച്ചു പോകുള്ളൂ എന്നുള്ള നമ്മളെ വിചാരം. സഹോദരങ്ങളെ, എത്ര വലിയ ആൾക്കാരാണെങ്കിലും മരണം എന്ന് പറഞ്ഞാൽ എത്ര സമ്പത്തുകൾ, നിങ്ങൾക്ക് ജീവൻ്റെ വില മനസ്സിലാവും അല്ലേ. മരിക്കാണ്, ഒരു മരണാസന്നനായി കിടക്കുന്ന ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സന്തോഷമല്ല എന്നാണ്. അതിനെത്ര പൈസ കൊടുക്കും. ഇവിടെ എത്ര വലിയ മുതലാളിയാണെങ്കിലും അയാളുടെ സമ്പാദ്യം മുഴുവൻ കൊടുത്തിട്ടാണെങ്കിലും ഒരു അസുഖം ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾ മാറ്റുന്നതാണ് അല്ലേ. എനിക്കറിയുന്ന ഞാനൊക്കെ ഈ ഫീൽഡിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഉള്ളൊരു വലിയ ഡോക്ടറുണ്ട്, ഞാനറിയണേ, വേറെ നാട്ടുകാരനാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ലങ്ങും ഹൃദയവും, ശ്വാസകോശവും ഹൃദയവും ഒന്നിച്ച് മാറ്റി വെച്ചേക്കാണ്. 75-80 വയസ്സ് പ്രായമാണ്. ശ്വാസകോശവും ഹൃദയവും അമേരിക്ക കൊണ്ടുപോയിട്ട് 30 കോടി റുപ്യ ചിലവ്. 30 കോടി റുപ്യക്ക് ഒരു പുരുഷായുസിൽ സമ്പാദിച്ച മുഴുവൻ അദ്ദേഹം ചിലവാക്കിയിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്ര കണക്കൂട്ടിയാലും എത്തിക്കിട്ടില്ല 30 കോടി. പക്ഷേ 75 വയസ്സിൽ ഇനി എത്ര പോവും? മാക്സിമം പോയാൽ കൊടുക്കും. അതാണ് മനുഷ്യൻ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത് അത്ര എങ്ങനെ പോയാലും അത്രേ പോകുള്ളൂ.
സഹോദരൻ അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞേ നമ്മൾ ഫ്രെയിം മാറ്റണം. ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് നമ്മൾ അവിടേക്കാൾ തിരിച്ചു വരണം. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നത് ഈ മരണത്തോട് അവസാനിക്കുന്ന ഒരു ചെറിയ ഫ്രെയിമിൽ നിന്ന് ഒരു വിശ്വാസി ഒരു വലിയ ഫ്രെയിമിലേക്ക് ജീവിതത്തെ മാറ്റണം എന്നുള്ളതാണ്. ആ ഫ്രെയിം എന്താണ്? മരണത്തോടുകൂടി ആരംഭിക്കുന്നതാണ് യഥാർത്ഥ ജീവിതമെന്ന ഒരു വലിയ ഫ്രെയിമിലേക്ക് നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റണം. അപ്പോഴേ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴേ ഒരാൾ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ബോധവാനാകുള്ളൂ. അതാണ് സഹാബത്ത് മനസ്സിലാക്കിയത്. വബിൽആഖിറതി ഹും യൂഖിനൂൻ. വിശ്വാസികളെ പറ്റി പറഞ്ഞു കൊടുത്ത് സൂറത്തുൽ ബഖറയിൽ ഖുർആന്റെ തുടക്കത്തിൽ അല്ലാഹു അടിവരട്ട് പറഞ്ഞതാണ് വബിൽആഖിറതി ഹും യൂഖിനൂൻ. ആരാണ് വിശ്വാസികൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ആരാണ് വിശ്വാസികൾ? അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. അത് വല്ലാത്തൊരു വിശ്വാസമാണ്. സ്വർഗമുണ്ട്, നരകമുണ്ട്, ഒന്നും കണ്ടിട്ടല്ല അല്ലേ? മലക്കുണ്ട്, പ്രവാചകന്മാർ, ആദൻ നബി ഉണ്ട്, മൂസാ നബി ഉണ്ട്, ഈസാ നബി ഉണ്ട്. നിങ്ങൾ വല്ലതും കണ്ടുകണോ? ഈസാ നബിനെ കണ്ടുകണോ? മൂസാ നബിനെ കണ്ടുകണോ? മൂസാ നബിൻ്റെ വടി കണ്ടുകണോ? പക്ഷേ ആ വടിയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വടി ഉണ്ടായിരുന്നു എന്നുള്ളത് അതാണ് വിശ്വാസം. അത് ഗൈബാണ് അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൈബായ വിശ്വാസമാണ്. യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാത്ത. നമസ്കാരം നിലനിർത്തും അല്ലേ? എന്നിട്ട് പിന്നെ പറയുകയാണത് മുൻപ് അവതരിച്ച വേദഗ്രന്ഥങ്ങൾ അതൊക്കെ വിശ്വസിക്കും നമ്മൾ. പിന്നെ വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. മരണാനന്തര ജീവിതത്തിൽ അവർ അടിയുറച്ച് ദൃഢമായി വിശ്വസിക്കുന്നുണ്ട്. അത് സഹാബത്തിനുണ്ടായിരുന്നു. അത് സഹാബത്ത് മരിച്ചു ചെന്നാൽ സ്വർഗം കിട്ടുമെന്നത്. നിങ്ങൾ ആലോചിക്കി, ഒരാൾ യുദ്ധത്തിന് പോകുക എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ആലോചിക്കി. പണ്ടത്തെ കാലത്തെ യുദ്ധം എന്നാണ് ഇന്നത്തെ മാതിരത്തെ ബങ്കറിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിക്കല്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ നേരെ മുന്നിക്കണ്ട് ചെല്ലുകയാണ്. കുന്തും വാളും ആണ്ട് പോയി മുന്നിൽ നിന്നാൽ മരിക്കാനുള്ള ചാൻസ് 90% മുകളിലാണ് യുദ്ധത്തിന് പോകുക പറഞ്ഞാൽ. മുന്നിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മാതിരത്തെ യുദ്ധമല്ല. അപ്പോൾ ഒരാൾ യുദ്ധത്തിന് പോകാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ തന്നെ അയാളുടെ മനസ്സെന്താണ്? മരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? ആ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി നേടണം, സ്വർഗം കിട്ടണം, അള്ളാഹുവിൻ്റെ വിരുന്നായ സൽക്കാരമായ ആ സ്വർഗത്തിൽ പ്രവേശിക്കണം. ഈ 2 കണ്ണുകൊണ്ട് എൻ്റെ റബ്ബിനെ കാണണം. അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം, ലക്ഷ്യതാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള എളുപ്പമാണെന്ത്? ജിഹാദ് എന്നുള്ളത്. അതങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതൊരു പ്രയാസം ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ കാണുന്നത് എന്താണ്? നമ്മൾ കാണുന്നത് അതൊക്കെ സ്വർഗം കിട്ടാപ്പോൾ യുദ്ധത്തിന് പോകണമെന്നില്ലല്ലോ അല്ലേ? നിസ്കരിച്ച് നോമ്പ് പോയിട്ട് സ്വർഗം കിട്ടില്ലെന്ന് നമ്മൾ വിചാരിച്ച തൽക്കാലം അങ്ങോട്ട് പോകാതെന്നാലും സ്കൂട്ടായാലും നമ്മളിപ്പോൾ നിസ്കരിച്ച് സിർക്ക് ചെയ്യാന്നാ പോരെ. അതാണ് നമ്മൾ നോക്കുക. സിർക്ക് ചെയ്യാന്നാലും സ്വർഗം കിട്ടുമല്ലോ. അത്രങ്ങനത്തെ സ്വർഗം മതി എന്നാണ്. പക്ഷേ അവർ സഹോദരങ്ങളെ മത്സരിക്കുന്നു അല്ലേ? നിങ്ങളാച്ച് യുദ്ധത്തിന് പോകാനുള്ള ഒരു മനസ്സ് എന്ന് പറയുമ്പം അത് വല്ലാത്തൊരു മനസ്സാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ആ യുദ്ധത്തിന്, ജിഹാദിന് അങ്ങനെ പ്രതിഫലം കൊടുക്കുന്നത്. സ്വർഗമല്ലാതെ പ്രതിഫലമില്ല അല്ലേ? ജിഹാദിന് സ്വർഗമല്ലാതെ കിത്താലായ ആ യുദ്ധത്തിൽ ഒരാൾ പങ്കെടുത്താൽ അതിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്നാണ്. എന്തുകൊണ്ടാണ്? അതങ്ങനെയാണ്. ആ ഒരു മനസ്സുള്ളവനെ അതിന് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ അത് തെളിയിച്ചവരാണ് സഹാബത്ത്. ആ ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണിച്ചു തന്നവരാണ് സഹാബത്ത്. അതിനും മാതൃകയായി നിൽക്കുന്നവരാണ് സഹാബത്ത്. ഓരോ സഹാബികളും അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഖൈർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ജീവിതത്തിൻ്റെ കുറേ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം എന്ന് പറയുന്നത് അല്ലേ? കുറച്ച് പൈസ, കുറച്ച് സൗകര്യങ്ങൾ, സമ്പത്തും സൗകര്യങ്ങളെയും നമ്മൾ സന്തോഷമായി കാണുന്നു. അല്ലെങ്കിൽ അതാണ് ജീവിതത്തിലെ ഖൈർ. ജീവിതത്തിൽ നല്ല സുഖമാണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നല്ല സുഖമാണെന്ന് പറഞ്ഞാൽ സമയത്തിന് നിസ്കരിച്ചിട്ടുണ്ട്, ഇബാദത്ത് ചെയ്യേണ്ടതൊന്നുമല്ല. ഇപ്പം സുഖമാണ്, വരുമാനമൊക്കെ ഉണ്ട്, വലിയ അസുഖമൊന്നുമില്ല, അന്നാണ് ഇപ്പോൾ സുഖമാണെന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കണത് സഹോദരങ്ങളെ, ആ ഡയമെൻഷനിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കണം അല്ലേ? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പട്ടിണിയെക്കുറിച്ച് ഇപ്പം നമ്മൾ സഹാബത്തിനെ പറ്റി പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പല ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ദിവസവും പട്ടിണി കാരണം ചുരുണ്ട് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ്. നിങ്ങളാഴ്ചക്ക് പട്ടിണി കൊണ്ട് ചുരുണ്ട് കിടക്കുക അല്ലേ? സഹാബത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ വയറ്റിൽ ഒരു കല്ല്, വിശപ്പ് കാരണം ഹന്തക്കിന് കിടങ്ങ് കുടിക്കുമ്പം
തിന്നാൻ കിട്ടായിട്ട് പട്ടിണി കൊണ്ട് കിടങ്ങ് കുഴിക്കുമ്പോൾ കല്ല് കെട്ടി വെച്ചേക്കാണ്, തുണിയും പുതപ്പൊക്കെ കെട്ടി വെച്ചേക്കാണ്. ആ സഹാബത്ത് അത് നബിക്ക് കാണിച്ചു കൊടുത്തപ്പോൾ നബി പൊന്തിച്ച് കാണിച്ചു കൊടുത്തു എന്നാണ്. 2 കല്ലാണ് അവിടെ കെട്ടിയത്, 2 കല്ലാണ് അവിടെ കെട്ടിക്കണേ. ഒരു കുറച്ച് തുണിയെ കെട്ടിയിട്ടുള്ളൂ. അതാണ് സഹോദരങ്ങൾ അള്ളാൻ്റെ റസൂല്. അത്രയും അല്ലേ ചുരുണ്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ ആലോചിക്കും, പട്ടിണി കൊണ്ട് ചുരുണ്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ. ആയിഷ ബീവി പറയാണ്, ആല് മുഹമ്മദ് തുടർച്ചയായിട്ട് 3 ദിവസം ഗോതമ്പിൻ്റെ റൊട്ടി കറി കൂട്ടി തിന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര ദരിദ്രനായിരുന്നു അള്ളാൻ്റെ റസൂല് അല്ലേ, എത്ര ദരിദ്രനായിരുന്നു അള്ളാൻ്റെ റസൂല്. 3 ദിവസം തുടർച്ചയായിട്ട് കറിയും ഗോതമ്പ് പത്തിരി കറിയും കൂട്ടി തിന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, ഒരിക്കൽ പോലും വയറ് നിറച്ച് തിന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, ഒരിക്കൽ പോലും ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലാണ്, ഒരിക്കൽ പോലും അള്ളാൻ്റെ റസൂല് വയറ് നിറച്ച് തിന്നിട്ടില്ല എന്ന് അല്ലേ. അബൂ ഹുറൈറയുടെ മുമ്പിൽ ഭക്ഷണം കൊണ്ടുവരികയാണ്, വലിയ വിഭവസമൃദ്ധമായ ഭക്ഷണം. അബൂ ഹുറൈറ വിങ്ങി പൊട്ടിക്കരയാണ്, വിങ്ങിപ്പൊരി. എന്തിനാ കരണ്? അള്ളാൻ്റെ റസൂൽ ഇങ്ങനെ ഒരു ഭക്ഷണം കണ്ടിട്ടില്ല എന്ന്. തിന്നൽ പോട്ടെ, അള്ളാൻ്റെ റസൂൽ ഇങ്ങനത്തെ ഒരു ഭക്ഷണം കണ്ടിട്ടില്ല എന്നാണ്. അതാണ് കാരണം. ഇതൊന്നും അള്ളാൻ്റെ റസൂലിൻ്റെ മക്കാ കാലഘട്ടമാണ് വിചാരിക്കണ്ട. മദീന കാലഘട്ടത്തിൽ അറേബ്യയുടെ പകുതിയിലധികം ഇസ്ലാമിൻ്റെ കീഴിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു നബിൻ്റെ റൂമുക്ക് വരികയാണ്. റൂമുക്ക് വരുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിരിപ്പിന്ന് എഴുന്നേറ്റ് വരികയാണ്. ആ പുറത്തിങ്ങനെ ഈത്തപ്പനൻ്റെ പരുത്ത അടയാളം അങ്ങനെ നബിൻ്റെ പുറത്ത് കണ്ടു എന്നാണ് അല്ലേ, നബിൻ്റെ പുറത്ത് കാണുകയാണ്. അപ്പോൾ ചോദിക്കണേ, എന്താണ് പ്രവാചകരെ, കിസ്റ കൈസറിലെ രാജാക്കന്മാർ അവരൊക്കെ എന്തെല്ലാം സുഖ സൗകര്യങ്ങളിലൂടെയാണ്, അവരൊക്കെ ഭരണാധികാരികളും അവരൊക്കെ രാജാക്കന്മാരാണല്ലോ, അവരൊക്കെ എന്തെല്ലാം സുഖ സൗകര്യങ്ങളിലൂടെയാണ് ജീവിക്കുന്നത്. അള്ളാൻ്റെ റസൂലെ ഞങ്ങൾക്ക് നല്ലൊരു കടക്കുണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ്റെ റസൂൽ പറഞ്ഞൊരു മറുപടി എന്താ അറിയോ? അവർ ദുനിയാവിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, നമ്മൾ ആഖിറത്തിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വ്യത്യാസമുണ്ട്, നമ്മളും വ്യത്യാസമുണ്ട്. ഒരു ദുനിയാവിനെ തിരഞ്ഞെടുത്തത്, നമ്മൾ ആഖിറത്തിനെയാണ് തിരഞ്ഞെടുത്തതെന്നാണ്. മുർലാന ആ റൂമുക്ക് നോക്കുമ്പോൾ അവിടെ കുറച്ച് ബാർലി മാത്രമേ ഉള്ളൂ. ആ പണ്ടത്തെ കാലത്തെ മാതിരി അല്ല, ഇപ്പോഴത്തെ കാലത്തെ മാതിരി ATM ബാങ്കിലും കൊണ്ടുപോയിട്ടല്ല പൈസ ഇടുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് റൂമിലും പെരിയിലൊക്കെ കാണും, എവിടെയും കൊണ്ടുപോയിക്കാനല്ല. ആ റൂമിലൊന്നുമില്ല, ബാർലി മാത്രമുള്ളത്. അള്ളാൻ്റെ റസൂൽ മരിക്കുമ്പം പടയങ്കി പണയത്തിലാണ്. അത്രയും ദരിദ്രനായിട്ട് അല്ലേ. അഹീനി മിസ്കീനൻ വാമിത്തുനി മിസ്കീനൻ, മിസ്കീങ്ങളിൽ എന്നെ ജീവിപ്പിക്കണേ, മിസ്കീങ്ങളിൽ എന്നെ എന്നെ മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ച അള്ളാൻ്റെ റസൂൽ എന്നാണ്. അള്ളാൻ്റെ റസൂൽ അങ്ങനെ സമ്പത്ത് ഇഷ്ടപ്പെട്ടിരുന്നാന്നുള്ളത്, കിട്ടായിട്ടല്ല, അള്ള കൊടുക്കായിട്ടല്ല, നബിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നാണ്. സഹോദരങ്ങൾ, നിങ്ങളെല്ലാവരും മിസ്കീനാണെന്നല്ല പറഞ്ഞത്. ഇതൊക്കെ ജീവിതത്തോടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ ഹൈറായിട്ട് കാണുന്നതിനെ നമ്മളതിനൊക്കെ അമിതമായ പ്രാധാന്യം നൽകിയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കണം. അതുകൊണ്ട് ആ സഹാബത്തിൻ്റെ ചരിത്രം അല്ലേ, ഉമർ റളിയല്ലാഹു പിന്നെ നമുക്ക് കാണാൻ പറ്റും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട ഉമർ റളിയല്ലാഹു പിന്നെ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിന് ഒരു ഡ്രസ്സാണ്ടായിരുന്ന, ആകെ ഒറ്റ ഡ്രസ്സ്. ആരായിരുന്നു സഹോദരങ്ങൾ ഉമർ? 20 ഭൗതിക സാമ്രാജ്യത്തിൻ്റെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിൻ്റെയും അധിപനായി ചരിത്രം രേഖപ്പെടുത്തിയ മനുഷ്യനാണ് ഖലീഫ ഉമർ അല്ലേ. ഉമറിൻ്റെ കാലത്ത് റോമിനെ കീഴടക്കി. അതിൽ പേർഷ്യന്ന് ദൂതം വന്നൊക്കെയാണ്. ആരെ കാണാൻ? ഖലീഫ ഉമറിനെ കാണാൻ. എന്നിട്ട് മദീനത്ത് വന്നിട്ട് കൊട്ടാരം അന്വേഷിക്കാണ്. അങ്ങനെ കൊട്ടാരം കാണില്ല. അവസാനം ഉമർ പള്ളി ഉണ്ടാവുന്നാ പറഞ്ഞു. പള്ളി ചെന്നപ്പം അവിടുന്ന് ആരോ പറഞ്ഞു പള്ളിയിൽ നിന്ന് ഇപ്പോൾ പോയിട്ടുണ്ട്. അങ്ങനെ വഴിയിലൂടെ അവിടെ കുട്ടികളെ കണ്ടപ്പോൾ കുട്ടികളോട് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞു അവിടെ മരത്തിൻ്റെ വീട്ടിൽ കിടക്കണ്ട, അവിടെ ഈ നേരത്ത് ചിലപ്പം കുറച്ച് നേരം കിടക്കലിട്ടെന്ന്. അവിടെ ചെന്നപ്പം അവിടെ അങ്ങനെ മണ്ണിൽ കിടക്കുന്ന ഖലീഫ ഉമറിനെയാണ് അവർ കാണുന്നത്. അത്രയും അധികാരമുണ്ടായിരുന്ന, സ്വാധീനമുണ്ടായിരുന്ന ഖലീഫ ഉമർ. സഹോദരങ്ങളെ, അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളാണ് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയത് അല്ലേ. ഒരു ഡ്രസ്സ് മാത്രമല്ല ഇതും പറഞ്ഞു, അതും കണ്ടം വെച്ചതാണ്. ബൈത്തുൽ മുഖദ്ദിസ് കീഴ്പ്പെടുത്തിയ സന്ദർഭമുണ്ട്. ബൈത്തുൽ മുഖദ്ദിസ് കീഴ്പ്പെടുത്തിയ സന്ദർഭത്തിൽ അതിൻ്റെ താക്കോല് കിട്ടണമെങ്കിൽ ഖലീഫ നേരിട്ട് ഹാജരാകണമെന്ന് അവിടുന്ന് അന്നത്തെ യഹൂദന്മാർ അന്നത്തെ സേനാനായകൻ അവിടുത്തെ യുദ്ധം ജയിച്ചടക്കിയ, ബൈത്തുൽ മുഖദ്ദിസ് ജയിച്ചടക്കിയ മുസ്ലിം സേനാനായകന് പോലും ചാവി കൊടുക്കൂല എന്നാണ്. ചാവി കൊടുക്കണമെങ്കിൽ നിങ്ങളെ ഖലീഫ നേരിട്ട് വരണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഖലീഫ ഉമറിനെ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് ക്ഷണിച്ചേക്കാണ് അതിൻ്റെ ചാവി വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് ആരാ പോണറിയങ്ങൾ? ഇവിടുന്ന് ഖലീഫ ഉമറും ഒരു ഭൃത്യനും ഒരു കഴുതിയും കൂടിയാണ് പോകുന്നത്. അപ്പോൾ കഴുത വളരെ വീക്കാണ്. അപ്പോൾ രണ്ടാളും കൂടി ഇരുന്ന് അതിന് താങ്ങൂല. അപ്പോൾ അതിന് പ്രയാസപ്പെടുത്തേണ്ട വിചാരിച്ചിട്ട് ഒരാൾ പോകുക, ഒരാൾ നടക്കുക. കുറച്ച് കഴിഞ്ഞാൽ നടക്കുന്ന ആൾ കയറും, മറ്റേ ആൾ ഇറങ്ങും, മറ്റേ ആളൊപ്പം നടക്കുക. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസ് വരെ മാറി ടേൺ വെച്ച് മാറി ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭൃത്യനും കൂടി എത്തിയെന്നാണ്. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ അവിടെ എത്തിയപ്പം ഈ
കുറേ സ്ഥലത്ത് 16 17 സ്ഥലത്ത് കീറി തുന്നിക്കണെന്നാണ് പറഞ്ഞത് ആ കുപ്പായം കണ്ടിട്ട് അന്നത്തെ മുസ്ലിം സേനാ നായകന് തന്നെ ഒരു ഇടങ്ങേറ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നല്ലൊരു ഡ്രസ്സ് കൊണ്ടിട്ടിട്ടാന്ന് ചോദിച്ചപ്പോഴേ ഖലീഫ ഉമറിന് നല്ല ഡ്രസ്സുള്ളൊരു കാലുണ്ടായിരുന്നു. ഉക്കാള ചന്തയിൽ ഉമർ നടന്നൊരു കാലുണ്ട്. നല്ല ഡ്രസ്സിട്ട് നല്ല അത്തറ് പൂശി നടന്ന ഉമറിൻ്റെ അന്നത്തെ ഒരു മുഖമുണ്ട് അല്ലേ. അന്ന് ഉമറിന് എന്തുണ്ടായിരുന്നില്ല? അന്ന് ഉമറിന് പ്രതാപമുണ്ടായിരുന്നില്ല എന്നാണ്. അന്ന് ഉമറിന് നല്ല വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അന്ന് ഉമറിന് പ്രതാപമില്ല. ഉമറിന് പ്രതാപം നൽകിയത് ഇസ്ലാമാണെന്നാണ്. അതുകൊണ്ട് ഇന്ന് ഉമറിന് പ്രതാപമുണ്ടെന്നാണ്. ആ താക്കോല് വാങ്ങാൻ അവിടെ ചെല്ലുകയാണ്. എന്നിട്ട് സഹോദരങ്ങളെ, അവിടെ എത്തുന്ന സമയത്ത് സത്യത്തിൽ ഈ ഭൃത്യൻ്റെ ടേണാണ്. ഈ നബി ഉമർ റളിയല്ലാഹുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭൃത്യനാണ് ആ സമയത്ത് കഴുതൻ്റെ പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും കഴുതപ്പുറത്ത് നിൽക്കുന്നത് ഖലീഫയാണെന്നാണ് വിചാരിച്ചത്. അവിടെ എത്തിയപ്പോൾ ഭൃത്യൻ താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഉമർ റളിയല്ലാഹു അങ്ങോട്ട് കയറി ചെല്ലുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അത്രയും സിമ്പിളായിട്ട് ഒരു സിമ്പിളായ മനുഷ്യനാക്കി ഉമർ റളിയല്ലാഹുവിനെ മാറ്റിയത് എന്താ? നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളാണ്. അങ്ങനെ മാറാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ആ മാറ്റമുണ്ടാക്കിയ ആ വിശുദ്ധ ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷണത്തിൻ്റെയും തർബിയത്തിൻ്റെയും മാറ്റമാണ് അവരിൽ കണ്ടത്. അത് സ്വീകരിക്കാൻ അവരുടെ മനസ്സ് പാകപ്പെടും. അതിങ്ങനെ വെമ്പൽ കൊള്ളും. എന്ത് പറഞ്ഞാൽ കേൾക്കാൻ നിൽക്കുകയാണ് അല്ലേ. പറയണതിന് മുമ്പ് തന്നെ ചെയ്യുമോ എന്നാണ്. നീ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുകളിൽ നിങ്ങൾ ശബ്ദം ഉയർത്തരുതെന്ന് ഖുർആനിൽ ആയത്തിറങ്ങി അല്ലേ. അപ്പോൾ ഉമർ റളിയല്ലാഹു എപ്പോഴും സംസാരിക്കുമ്പോൾ കുറച്ച് ഉറക്കനാണ് സംസാരിക്കുക. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ സംസാരം കേൾക്കാൻ കുറച്ച് ഇടങ്ങാറാണ്, കാരണം മെല്ലെയാണ് സംസാരിക്കുക. ഉമർ റളിയല്ലാഹു എപ്പോഴും കുറച്ച് വോയിസിലാണ് സംസാരിക്കുക. വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ശബ്ദത്തിന് മുകളിൽ ശബ്ദം ഉയർത്തരുത് എന്ന് പറഞ്ഞിട്ട്. ആ ആയത്തിറങ്ങിയതിൻ്റെ ശേഷം ഉമറിൻ്റെ ശബ്ദം കേൾക്കാൻ തന്നെ പിന്നെ പ്രയാസം. അതാണ് സഹോദരങ്ങളെ, അവർ ഖുർആൻ, ആ അള്ളാഹു എന്ത് കൽപ്പിച്ചോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞോ, അങ്ങനെയാണ് അവർ മതത്തെ കണ്ടതെന്നാണ്. അങ്ങനെയാണ് അവർ ആ കൽപ്പനകളെ കണ്ടത്. അതേപോലെ തന്നെ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം കാണാം. ബൈത്തുൽ മാലിൽ ഈ സമ്പത്ത് വന്ന സന്ദർഭത്തിൽ അത് മുഹാജിറുകൾക്കും അൻസാറുകൾക്കൊക്കെ വീതിച്ചു കൊടുത്തൊരു സന്ദർഭമില്ല. ഈ ബൈത്തുൽ മാലിലെ പൈസ എല്ലാവർക്കും കുറേശ്ശെ കൊടുത്തപ്പം ആ സന്ദർഭത്തിൽ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് എല്ലാ മുഹാജിറിനും കൊടുക്കണതിൻ്റെ പകുതിയാണ് മകന് കൊടുത്തത്. നമ്മളൊക്കെ എന്താ ചെയ്യുക? എന്തെങ്കിലും വകുപ്പുണ്ടാക്കി മക്കൾക്ക് തോനെ കൊടുക്കണം, വകുപ്പുണ്ടാക്കുക നോക്കുക അല്ലേ. അങ്ങനെ പകുതി കൊടുത്തപ്പോൾ എല്ലാവർക്കും ഒരു പ്രയാസം. എല്ലാ മുഹാജിറിനും കിട്ടിയതിൻ്റെ പകുതി ആർക്കുള്ളൂ? അബ്ദുല്ലാഹി ഇബ്നു ഉമറിനുള്ളൂ, മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്. അപ്പോൾ ഉമറിനോട് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതറിയോ, എൻ്റെ കൂടെ വന്നതാണ് ഹിജറക്ക്, ചെറിയ കുട്ടിയെന്ന് വന്ന്, എൻ്റെ കൂടെ എൻ്റെ വാപ്പാൻ്റെ ഒപ്പം വന്ന കുട്ടിയായതുകൊണ്ട് അങ്ങനെ ഒന്നും കൊടുക്കണ്ടെന്ന്, പകുതി മതി. നമ്മളെന്താ കാട്ടുക? നമ്മൾ രണ്ടും വേറെ മക്കളെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും വലിപ്പം കാണിച്ച് കൂടുതൽ വാങ്ങാനാണ് നോക്കുക സഹോദരങ്ങളെ. അപ്പോൾ അതാണ് അവരുടെ തഖ്വ. ആ തഖ്വയാണ്, ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ് അവർക്ക് എന്ത് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പകർന്നു നൽകി. ഓരോ പ്രവാചകന്മാർ,